നമസ്കാരം. ഇന്നത്തെ ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കൈക്കലാക്കി പകരം വ്യാജ വസ്തുക്കൾ വെച്ചെന്ന് സംശയം. പത്മതീർത്ഥക്കുളത്തിലെ കിണറ്റിലും പരിശോധന വേണമെന്ന് ആവശ്യമുയർന്ന ദിവസം. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് സെക്സ് റാക്കറ്റും ബ്ലാക്ക് മെയിലിംഗും തകൃതിയാകുന്നു. ഈ വാർത്ത വന്നതും ഇന്നു തന്നെ. വിവാഹത്തിന് ശേഷം ഭാര്യയോട് സ്വത്ത് ചോദിക്കലും സ്ത്രീധനമായി കണക്കാക്കി ശിക്ഷിക്കാമെന്ന സുപ്രീംകോടതി വിധി വന്നതും ഈ ദിനത്തിൽ. ആപ്പിൾ ട്രീ ചിട്ടി തട്ടിപ്പ് കേസിൽ ചിട്ടി കമ്പനി ഉടമ ചന്ദ്രദാസ് പോലീസിന്റെ പിടിയിലായതും ഇന്നു തന്നെ. കോട്ടയത്ത് വിദ്യാർത്ഥികളുടെ കഴുത്തിൽ പാമ്പിനെ ചുറ്റിയ കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഈ ദിവസത്തിൽ. കുറ്റപത്രക്കെട്ടുകളിലെ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ പോകുന്നു. വിവാദ വ്യവസായി നിസാം കാറിടിപ്പിച്ച് സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചു. സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസാണ് മരിച്ചത്. നിസാമിനെതിരെ കൊലക്കുറ്റം ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. ജനുവരി 29 പുലർച്ചെയാണ് തൃശൂർ ശോഭ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ ശോഭ സിറ്റിയിലെ താമസക്കാരനായ വ്യവസായി മുഹമ്മദ് നിസാം കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റ ചന്ദ്രബോസിന് 2 ആഴ്ചക്കിടയിൽ 3 ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. അക്രമത്തിൽ ചന്ദ്രബോസിന്റെ ചെറുകുടലിനും വൻകുടലിനും നിരവധി മുറിവുകൾ സംഭവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടെ കിഡ്നിയുടെ പൂർണ്ണമായി നിലച്ചു. അബോധാവസ്ഥയിലായ ചന്ദ്രബോസ് ഉച്ചയോടെയാണ് മരിച്ചത്. മണലൂർ കണ്ടശാങ്കടവ് കാപ്പുങ്ങലാണ് ചന്ദ്രബോസിന്റെ വീട്. ഭാര്യയും 2 കുട്ടികളുമുള്ള ചന്ദ്രബോസിന് 48 വയസ്സായിരുന്നു. ശോഭ സിറ്റിയുടെ ഗേറ്റ് തുറക്കാൻ വൈകിയെന്ന കാരണം പറഞ്ഞായിരുന്നു ചന്ദ്രബോസിനെ മുഹമ്മദ് നിസാം ക്രൂരമായി മർദ്ദിച്ചത്. രക്ഷപ്പെടാൻ ശ്രമിച്ച ചന്ദ്രബോസിനെ വാഹനത്തിൽ പിന്തുടർന്ന് ഇടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം വീണ്ടും മർദ്ദിക്കുകയായിരുന്നു. അവശനിലയിലായ ചന്ദ്രബോസിനെ പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്നു തന്നെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. മുഹമ്മദ് നിസാമിനെ അറസ്റ്റ് ചെയ്ത അന്നു തന്നെയാണ് കൊച്ചി കടവന്ത്രയിലെ നിസാമിൻ്റെ ഫ്ളാറ്റിൽ നിന്നും കൊക്കൈനുമായി യുവതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 10 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നിസാമിനെ ഇയാളുടെ വ്യാപാര മേഖലയായ ബാംഗ്ലൂരിലും മറ്റിടങ്ങളിലും കൊണ്ടുപോയി തെളിവെടുത്തിരുന്നു. എന്നാൽ മയക്കുമരുന്നുമായി ബന്ധമുള്ള തെളിവുകളൊന്നും ലഭിച്ചില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നിസാമിനെതിരെ കാപ്പ നിയമം ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചിരുന്നെങ്കിലും അത്തരം നടപടികൾ ഇതുവരെ പോലീസ് എടുത്തിട്ടില്ല. നിസാമിൻ്റെ ഉന്നത ഇടപെടലാണ് ഇതിന് കാരണമെന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് കുലുക്കല്ലൂരിൽ നടന്ന സദാചാര ഗുണ്ടാക്രമണത്തിൽ മധ്യവയസ്കൻ കൊല്ലപ്പെട്ടു. ചെർപ്പളശ്ശേരി മുളയങ്കാവ് സ്വദേശി പ്രഭാകരനാണ് മരിച്ചത്. പ്രദേശത്തെ 20 പേരടങ്ങുന്ന സംഘമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ വ്യക്തമാക്കൽ. 4 പേരെ സംഭവത്തെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാത്രി 8 മണിയോടെ വീട്ടിൽ നിന്നിറങ്ങിയ പ്രഭാകരന്റെ മൃതദേഹം രാവിലെയോടെയാണ് കണ്ടെത്തിയത്. ഒരു സ്ത്രീയോടൊപ്പം സംശയകരമായ സാഹചര്യത്തിൽ ഇയാളെ കണ്ട നാട്ടുകാർ ചോദ്യം ചെയ്യുകയും വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു. തുടർന്നുണ്ടായ മർദ്ദനത്തിൽ 55-കാരനായ പ്രഭാകരൻ കൊല്ലപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മർദ്ദനത്തെ തുടർന്ന് അവശനായ പ്രഭാകരനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് തള്ളിയ ശേഷമാണ് അക്രമി സംഘം രക്ഷപ്പെട്ടത്. നാട്ടുകാരായ 20ഓളം പേർ ചേർന്നാണ് മർദ്ദനം നടത്തിയത് എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ചെർപ്പളശ്ശേരി പോലീസും തൃശൂരിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോഴിക്കോട് കക്കോടിയിൽ മുരിക്കലിൽ CPM പ്രവർത്തകനെ കൊലപ്പെടുത്തി. മോരിക്കരയിലെ ചെറിയാല ശ്രീജിത്താണ് കൊല്ലപ്പെട്ടത്. കോഴിപ്പറമ്പ് കാവിലെ ഉത്സവാഘോഷങ്ങൾക്കിടയിലാണ് സംഭവം. RSS ബന്ധമുള്ള കൊട്ടേഷൻ സംഘമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് CPM ആരോപിച്ചു. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കക്കോടി പഞ്ചായത്തിൽ ഹർത്താൽ ആചരിച്ചു. കോഴിക്കോട് മാളിക്കടവ് കോഴിപ്പറമ്പത്ത് ഭഗവതിക്കാവിൽ ഉത്സവം നടക്കുന്നതിനിടെയാണ് CPM പ്രവർത്തകനായ ശ്രീജിത്തിനെ ഒരു സംഘം ആളുകൾ ചേർന്ന് തലക്കടിച്ചു കൊന്നത്. പൂർവ്വ വൈരാഗ്യം തീർക്കാൻ മനഃപൂർവ്വം ചില RSS പ്രവർത്തകർ ചേർന്ന് കൊല നടത്തുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു 4 മണിക്ക് ശേഷമാണ് ഇവര് ഒരു സംഘം ചേർന്നുകൊണ്ട് ഈ ശ്രീജിത്തിനെ ബോധപൂർവം അങ്ങോട്ട് വിളിച്ചു വരുത്തി അവിടെ വെച്ചിട്ട് മാരകമായ രൂപത്തിൽ, ഒരു നാട്ടിൽ കേട്ടുകേൾവില്ലാത്ത രൂപത്തിലേക്ക്, ഒരു ഉത്തരേന്ത്യയിൽ പോലും ഈ സംഭവങ്ങൾ ഉണ്ടായില്ല, ആ രൂപത്തിലേക്ക് മാരകമായിക്കൊണ്ട് മരണം ഉറപ്പ് വരുത്തിയിട്ട് അവിടെ ഒരു പായിട്ട് മൂടി, വെട്ടോലിട്ടിട്ട് മൂടിയിട്ടാണ് ഇവർ ഉറപ്പ് വരുത്തിയിട്ടാണ്. അതുവരെ അങ്ങോട്ട് ഓടിക്കൂടിയിരുന്ന നാട്ടുകാരെ അങ്ങോട്ട് അടുപ്പിച്ചില്ല. ഏതാണ്ട് മരണം ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഈ ആളുകൾ പോയിട്ടുള്ളത്. ഒക്കെ ഒരു 20-21 വയസ്സുള്ള ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംഘത്തിൽപ്പെട്ട ആളുകളാണ്. പൂർണ്ണമായിട്ട് RSSന്റെ ക്രിമിനൽ സംഘമാണ്. അക്രമികൾക്കെതിരെ നടപടി വേണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ പറഞ്ഞു. തികച്ചും ആസൂത്രിതമായിട്ടാണ് ശ്രീജിത്തിനെ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ പിന്നിൽ മയക്കുമരുന്ന് ലോബിയുമായെല്ലാം ബന്ധമുള്ള
കൊട്ടേഷൻ സംഘങ്ങൾ ആണുള്ളത് എന്ന് വ്യക്തമാണ്. കരാട്ടെ സംഘങ്ങൾ തമ്മിലുണ്ടായ കുടിപ്പകയുടെ ഭാഗമായി പ്രഭുരാജ് എന്ന യുവാവ് കൊല്ലപ്പെട്ട കേസിലെ പ്രതികളാണ് ശ്രീജിത്തിന്റെ കൊലയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. RSS പ്രവർത്തകരായ 8 പേരെ എലത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശ്രീജിത്തിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാമോലിൻ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവുണ്ടെങ്കിൽ വിചാരണയ്ക്കിടെ കേസെടുക്കാമെന്ന് സുപ്രീംകോടതി. സോളാർ കേസിൽ നിലവിലെ അന്വേഷണ സ്ഥിതി അറിയിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി. VS സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഈ നിർദ്ദേശം. പാമോയിൽ ഇറക്കുമതിയിലൂടെ സംസ്ഥാന സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടാക്കിയ കേസിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് അന്വേഷിച്ചില്ലെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ VS അച്യുതാനന്ദൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിൽ പാമോയിൽ കേസ് പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തത് ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിലുള്ള മന്ത്രിസഭാ യോഗമാണ്. അതുകൊണ്ട് തന്നെ കേസ് പിൻവലിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം റദ്ദാക്കണമെന്നാണ് VS അച്യുതാനന്ദന്റെ ആവശ്യം. ഇത് സംബന്ധിച്ച് കൂടുതൽ രേഖകൾ സമർപ്പിക്കാൻ VSന് കഴിഞ്ഞ തവണ സുപ്രീംകോടതി അനുമതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 5 കൂടുതൽ രേഖകൾ VS സമർപ്പിച്ചു. കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയല്ലെന്നും VS സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുണ്ട്. ജസ്റ്റിസുമാരായ TS താകൂർ, ആദർശ് കുമാർ ഗോയൽ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. ന്യൂസ് ബ്യൂറോ, ദില്ലി. സോളാർ തട്ടിപ്പ് കേസുകളിലെ നിലവിലെ സ്ഥിതി അറിയിക്കാൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. കേസന്വേഷണം CBIക്ക് കൈമാറണമെന്ന പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സമർപ്പിച്ച ഹർജിയിലാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് AN ഷഫീഖ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. സംസ്ഥാനത്തെ വിവിധ കോടതികളിൽ നിലനിൽക്കുന്ന സോളാർ തട്ടിപ്പ് കേസുകളുടെ വിശദാംശങ്ങൾ 10 ദിവസത്തിനകം കോടതിയെ അറിയിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. വരും മാസങ്ങളിൽ കടുത്ത വൈദ്യുതി പ്രതിസന്ധിക്ക് വഴിതെളിച്ച ഇടുക്കിയിൽ KSEB അമിത വൈദ്യുതോൽപാദനം ആരംഭിച്ചു. പ്രതിദിനം 5 ദശലക്ഷം യൂണിറ്റായിരുന്ന ഉൽപാദനം ഒരു കാരണവും കൂടാതെ 9 ദശലക്ഷം യൂണിറ്റായിട്ടാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ വർദ്ധിപ്പിച്ചത്. കടുത്ത വേനൽക്കാലത്തിനായി സംഭരിച്ചു വെക്കേണ്ട ജലമാണ് ഇപ്പോഴത്തെ അമിത വൈദ്യുതോൽപാദനം മൂലം പാഴാക്കി കളയുന്നത്. സാധാരണ മുൻവർഷങ്ങളിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇടുക്കി പദ്ധതിയിൽ നിന്നുള്ള പ്രതിദിന ഉൽപാദനം 6 ദശലക്ഷം യൂണിറ്റിൽ താഴെയായി പരിമിതപ്പെടുത്തുമായിരുന്നു. പരമാവധി ജലം അണക്കെട്ടിൽ സംഭരിച്ചു നിർത്തി വേനൽ ശക്തിയാകുന്ന മാസങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ മുൻകരുതൽ. എന്നാൽ ഈ വർഷം ഈ പതിവ് തെറ്റി. കഴിഞ്ഞ 4-5 ദിവസങ്ങളായി മൂലമറ്റത്തെ വൈദ്യുതി ഉൽപാദനം ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വൈദ്യുതി ബോർഡ്. ഈ മാസം 13-ന് 6.5 ദശലക്ഷം യൂണിറ്റായിരുന്നു പ്രതിദിന ഉൽപാദനമെങ്കിൽ 14-ന് 9.26 ദശലക്ഷം യൂണിറ്റായും 15-ന് 8.99 വർദ്ധിപ്പിച്ചു. ഇത്തരമൊരു നടപടിക്ക് കാരണമാകുന്ന എന്ത് അടിയന്തര സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് വ്യക്തമല്ല. ഏതായാലും ഈ അസാധാരണ നടപടി മൂലം അണക്കെട്ടിലെ ജലനിരപ്പ് അതിവേഗം താഴുകയാണ്. ഒരാഴ്ച കൊണ്ട് 6 അടിയോളമാണ് ജലനിരപ്പ് താഴുന്നത്. ജനുവരി 31-ന് 2376 അടിയായിരുന്നത് ഇന്നലെ 2370 അടിയായി താഴ്ന്നു. പരീക്ഷക്കാലമായ മാർച്ചിലും വേനൽ കടുക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലുമാണ് ഇടുക്കി പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുതിയെ കേരളം കൂടുതലായി ആശ്രയിക്കുക. ഇതിനായി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഉൽപാദനം പരിമിതപ്പെടുത്തി ജലം സംഭരിച്ചു നിർത്തുകയായിരുന്നു പതിവ് രീതി. ഈ പതിവ് തെറ്റിച്ചതോടെ ഉപഭോഗം കൂടുതലുണ്ടാകുന്ന വരും മാസങ്ങളിൽ വൈദ്യുതി ആവശ്യം നേരിടാൻ കേരളം എന്തു ചെയ്യുമെന്ന ചോദ്യം ഉയരുകയാണ്. ഈ പിടിപ്പുകേടിന്റെ ഫലം വൈകാതെ വൈദ്യുതി പ്രതിസന്ധിയുടെ രൂപത്തിൽ കേരളത്തെ തേടിയെത്തും. വരാനിരിക്കുന്നത് ഇരുളിന്റെ നാളുകളെന്നർത്ഥം. ഇടുക്കിയിൽ നിന്നും ക്യാമറാമാൻ ദിലീപ് ഗോപിക്കൊപ്പം സാലി മുഹമ്മദ്.